കാണാം നമ്മുടെ സ്ക്രീനിനകത്തുണ്ട് അല്ലേ? ഭൂമി ഇതേ മൂന്നാമത്തായിട്ടാണോ കൂടുന്നുണ്ടോ വലുതാകുന്നുണ്ടോ സൂര്യൻ? അങ്ങനെ വലുതാകുമ്പോൾ ഭൂമിയെയും അത് വിഴുങ്ങും, അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് നമ്മൾ നശിക്കും. അതിനുശേഷം അത് പൊട്ടിത്തെറിച്ച് വെള്ളക്കുള്ളനായിട്ട് സൂര്യൻ മാറും. We are coming from the deep, cold reaches of the solar system, flying into the sun, passing the orbits of Neptune and the binary pair Pluto and Charon. We are seeing our home system as it may look about 5 billion years from now. കാണാം നമ്മുടെ സ്ക്രീനിനകത്തുണ്ട് അല്ലേ? ഭൂമി ഇതേ മൂന്നാമത്തായിട്ടാണോ കൂടുന്നുണ്ടോ വലുതാകുന്നുണ്ടോ സൂര്യൻ? അങ്ങനെ വലുതാകുമ്പോൾ ഭൂമിയെയും അത് വിഴുങ്ങും, അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് നമ്മൾ നശിക്കും. അതിനുശേഷം അത് പൊട്ടിത്തെറിച്ച് വെള്ളക്കുള്ളനായിട്ട് സൂര്യൻ മാറും, നശിക്കും. ഇങ്ങനെ നമ്മുടെ ഭൂമിയും നശിക്കില്ലേ? ഇതിനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ നശിച്ചാൽ നമ്മൾ വേറെ എങ്ങോട്ടിലും പോകണ്ടേ? എങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും എന്നൊക്കെയാണ് ശരിക്കും നാസ പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭൂമിയിൽ നിന്നും അകലെയല്ലേ ഒത്തിരി ഗ്രഹങ്ങളൊക്കെ, ഒത്തിരി പ്രകാശ വർഷങ്ങളൊക്കെ അകലെയൊക്കെ പറയത്തില്ലേ? അപ്പൊ ഈ ഭൂമി നശിക്കാറാകുമ്പോ വേറൊരു പ്ലാനറ്റിലേക്ക് ചേക്കേറാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യട്ടെ. അപ്പൊ ഇത്രയും വലിയ ഡിസ്റ്റൻസ് ഒക്കെ കവർ ചെയ്തെടുക്കുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് മംഗൾയാൻ വരെ പോകാൻ പറ്റിയില്ല, ഇതുവരെ ചൊവ്വ വരെ പോകാനായിട്ട് പറ്റിയില്ല മംഗൾയാൻ അല്ലേ? അതേപോലെ നമ്മൾ ശരിക്കും അഡ്വാൻസ് ടെക്നോളജീസ് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യമേയൊക്കെ ഒരു 60 വർഷം മുന്നേ ആരോടെങ്കിലും ഞങ്ങൾ ചൊവ്വ വരെ പോകും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നോ? അല്ലേ? ചൊവ്വ പോട്ടെ, ഒരു 100 വർഷം മുന്നേ നമ്മള് കാശ്മീർ വരെ പോകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നു? ഇല്ല. അപ്പൊ അതിന് ടെക്നോളജി ഇംപ്രൂവ്ഡ് ആകുന്നതിനനുസരിച്ച് ഈ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും, വേഗം കൂടിക്കൊണ്ടേയിരിക്കും. അതിന്റെ ലിമിറ്റ് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതും ഐൻസ്റ്റീൻ പറഞ്ഞതാണ്, അതല്ല അതിനേക്കാൾ കൂടുതൽ സ്പീഡ് ആകാമെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെ സ്പീഡ് എത്തിക്കഴിയുമ്പോഴേ നമ്മുടെ ഒരു ലിമിറ്റ് നമ്മൾ എത്തും. അപ്പൊ അത്രയും വരെ വേഗത നമുക്ക് എന്താണെങ്കിലും ആർജിക്കാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് വേഗത കൂടുമ്പോൾ ദൂരം കുറയും. അപ്പൊ അങ്ങനെ നമുക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അത് മാത്രമല്ല, നമ്മുടെ പല പ്ലാനറ്റ്സും, ഇപ്പൊ പല പ്ലാനറ്റ്സും ഈവൻ ഡ്വാർഫ് പ്ലാനറ്റ്സ് വരെ ആണെങ്കിലും ചിലപ്പോ നമ്മുടെ ജൂപ്പിറ്ററിന്റെ ഒക്കെ മൂൺസ് ഒക്കെ ഇല്ലേ, അതിലൊക്കെ പോലും ചിലപ്പോൾ നമുക്ക് താമസിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. അതിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും ഔട്ട്സൈഡ് സോളാർ സിസ്റ്റം തന്നെ പോകണമെന്നില്ല, ഇൻസൈഡ് സോളാർ സിസ്റ്റം ആണെങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് മാറാം. ഈ ഔട്ട്സൈഡ് ആണെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞ പോലെ ടെക്നോളജി കൂടുന്നതിനനുസരിച്ച് ദൂരം കുറഞ്ഞു വരും.